ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പനങ്ങാട് നോർത്ത് സ്കൂളിലാണ്. തടിച്ചു കൂടിയിരിക്കുന്ന ജഗന്നാസാഗരത്തെ നിങ്ങൾ കണ്ടില്ലേ? ഇവിടുത്തെ സ്നേഹസമ്പന്നരായ സൗഹൃദങ്ങളാണ് ഇതെല്ലാം. സി കേരളം സൂപ്പർ ബമ്പർ ഇന്ന് ഇവിടെ ആർക്കാണ് അടിക്കുന്നതെന്ന് എനിക്കറിയില്ല. ആർക്കടിച്ചാലും നമ്മൾ സന്തോഷമാണ്. നിങ്ങൾ സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, എന്തൊക്കെയായാലും ഇവിടെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന്റെ നഗരമാണ്, സ്നേഹത്തിന്റെ നഗരമാണ്, സാഹോദര്യത്തിന്റെ നഗരമാണ്. കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ പറയാൻ പോണേ? ഉറക്കെ പറ, എന്താണ് കോഴിക്കോട്? കോഴിക്കോട് ഹലുവ. കോഴിക്കോട് ഹലുവ. പിന്നെ എന്താണ് കോഴിക്കോട്? കോഴിക്കോട് വേറെ എന്താണ് ചേച്ചി ഉള്ളത്? ബിരിയാണി. ബിരിയാണി. അടിപൊളി. എന്താണ് നമ്മളെ കോഴിക്കോട്? സൗഹൃദങ്ങളുടെ നാട്. സൗഹൃദങ്ങളുടെ നാട്. പിന്നെ മൊഞ്ചത്തിയുള്ള നാട്. മൊഞ്ചത്തിങ്ങളുടെ നാട്. അടിപൊളി. കോഴിക്കോടിനെ കുറിച്ച് ഒരു പാട്ട് പാടാൻ പറഞ്ഞ ആരെങ്കിലും പാടുവോ? ആരെങ്കിലും പാടുവോ? മോള് പാടുവോ? ഇങ്ങോട്ട് ഇറങ്ങി വാ ഇങ്ങോട്ട്. കോഴിക്കോടിനെ കുറിച്ച് മോളൊരു പാട്ട് പാടണം. ഏത് പാട്ടാ പാടുന്നേ? നല്ല കൈയടി കൊടുക്കും. മക്കളുടെ പേരെന്നാ? ആര്യ. ആര്യ. ഓക്കെ, അപ്പോ ആര്യ തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് കോഴിക്കോടിനെ ഒന്ന് സ്നേഹിക്കാം അല്ലേ? കോഴിക്കോട് മുത്തണക്കര കോഴിക്കോട് ഹൽവ മനസ്സുള്ളൊരു കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി നമ്മുടെ കോഴിക്കോട്. കായ വറുത്തു തരാലോ കറുമുറ വയറു നിറച്ചു കഴിച്ചോ. ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉഷാറ്. കൽബിൽ തേനൊഴുകണ കോഴിക്കോട്. അപ്പോ സ്നേഹം വാരി മുതിർന്ന കൽബാണ് നമ്മുടെ കോഴിക്കോട്. മൊഞ്ചന്മാരുടെ നാടാണ് നമ്മുടെ കോഴിക്കോട്. മൊഞ്ചത്തിമാരുടെ നാടാണ് നമ്മുടെ കോഴിക്കോട്. നല്ല പാട്ടുകാരുള്ള നാടാണ് നമ്മുടെ കോഴിക്കോട്. കോഴിക്കോടിനെ നിങ്ങൾക്കെല്ലാം ഇഷ്ടമല്ലേ? അതെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. നമുക്ക് നല്ലൊരു സമ്മാനം സി കേരളം സൂപ്പർ ബമ്പറിന്റെ അടിപൊളി സമ്മാനം. എന്താ പേരെന്താണ്? ഗ്രീഷ്മ രജീഷ്. രതീഷ് ഉണ്ടോ അവിടെ? ഓ, അവിടെ വിളിച്ചാലോ? രതീഷ് ഏട്ടാ വിളിക്കാം. രജീഷ് ഏട്ടാ. ഡയലോഗ് പറയല്ലോ. ഡയലോഗ് ഇങ്ങോട്ട് വരുന്നില്ല. വരില്ല നമ്മളെ സൗണ്ടിലേ പറയൂ. നമ്മുടെ സൗണ്ടേ ഉള്ളൂ. പവിത്ര അത് വിളിച്ചേ. പവിത്ര. ഒരു മകന്റെ ധർമ്മമാണ്. ഒരു മകന്റെ ധർമ്മമാണ് യഥാവിധി അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുക. യഥാബലി അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. ശതാവലി അല്ല, യഥാവിധി. യഥാബലി. എന്റെ പൊണ്ണ നവിച്ച്. അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം കേട്ടോ, പരിചയപ്പെടാൻ പറ്റിയില്ല. ഓക്കെ, താങ്ക് യു. ഏതായാലും പറഞ്ഞതുപോലെയല്ല, കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. സീരിയസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കലാകാരന്മാരുടെ നാട് തന്നെയാണ് കേട്ടോ, നിറഞ്ഞു നിൽക്കുകയാണ്. സി കേരളം സൂപ്പർ ബമ്പറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടസ്റ്റന്റുകൾ 5 പേര് ഇവിടെ നിന്നിട്ടുണ്ട്. അവരെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. പനങ്ങാടിന്റെ അഭിമാനമായ 5 പേർ സ്വാഗതം ചെയ്യാം. 5 കണ്ടസ്റ്റന്റ് സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ. ഇവരാണ് സി കേരളം സൂപ്പർ ബമ്പറിൽ എൻട്രിയായ 5 കണ്ടസ്റ്റന്റ്. ഹാപ്പി അല്ലേ? ഹാപ്പി. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. കാവ്യ. കാവ്യ എന്ത് ചെയ്യുന്നു മോള്? ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഓക്കെ, എന്താണ് അടുത്ത ആളുടെ പേര്? എന്റെ പേര് അമൃത. അമൃത എന്ത് ചെയ്യുന്നു? ഞാൻ PSC കോച്ചിങ് പഠിക്കാണ്. ഷീലാമ്മയുടെ കട്ടുണ്ട് കേട്ടോ. എന്റെ ദൈവമേ. അത് കറക്റ്റ്. അയ്യോ, അത് സൈറ്റടി ആയി പോയി. എന്റെ പൊന്നെ. കല്യാണം കഴിഞ്ഞോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ആലോചിക്കുന്നുണ്ടോ? ഓ, എനിക്കൊരു പോലീസുകാരന് കല്യാണം കഴിക്കണം. ആ മേഖല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേഖല ഭയങ്കരമായിട്ട് ഇഷ്ടം. നോക്കാൻ മേലായിരുന്നു പോലീസ് മേഖല. ഞാൻ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, കിട്ടുമോന്ന് അറിയില്ല. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കിട്ടും. പോലീസ് തന്നെ കിട്ടട്ടെ. കാരണം പോലീസ് മേഖലയിൽ ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരാളാണ്. കാരണം അവർ കാക്കയൊക്കെ ഇട്ട് കഴിഞ്ഞ് കാക്കി ഊരിക്കഴിഞ്ഞാൽ നല്ല സുഹൃത്തുക്കൾ തന്നെ. നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ഓരോ നമ്മുടെ ആവശ്യങ്ങൾക്കായാലും നമ്മുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടതായാലും ഒരുപാട് സഹകരണങ്ങൾ ചെയ്തു തരുന്നവർ തന്നെയാണ് പോലീസുകാർ. ഏതായാലും കേരളത്തിലെ നല്ലവരായ പോലീസുകാർക്ക് ഒരു നല്ല കൈയടി. അടുത്തയാളുടെ പേര് പറയൂ. കല. കല. കലയുണ്ടോ? കല ഉണ്ട്. ഉണ്ട്. കലയെ കൊല ചെയ്യുമോ? കൊല ചെയ്യല. കൊല ചെയ്യില്ല. കല രണ്ടുപേര് പാട്ട് പാടാനുള്ള ശ്രമം നടത്തുമല്ലേ? പാട്ട് അറിയില്ല. പാട്ട് അറിയില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡ് മോനുണ്ട്, ഓ പിന്നെ ഏട്ടനും ഏട്ടന്റെ വൈഫും അമ്മയുണ്ട്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഇവിടെ കച്ചവടം നടത്തുക. എവിടെയാണ് കച്ചവടം നടത്തുന്നത്? ഹസ്ബൻഡേ എവിടെ? ഹസ്ബൻഡ് ഇതേ ഇതിൽ തന്നെ ഉണ്ട്. എവിടെ? നിങ്ങളാണ് ഹസ്ബൻഡ്? അത് കൊള്ളാലോ. പൊന്നെ ഹസ്ബൻഡ് അറിഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. എന്ത് ചെയ്യുന്നു? കച്ചവടമാണ്. ഇതാണല്ലേ ഹസ്ബൻഡ്. കുട്ടികള്? ഒരു മോനുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ചുള്ള പൊതുവെയുള്ള അഭിപ്രായം എന്താണ്? ഏറ്റവും നല്ല സ്വഭാവം, നല്ലോണം സ്നേഹിക്കാൻ അറിയാം. ഇത് കഴിഞ്ഞ് വീട്ടിൽ കയറാനുള്ളതാണ്, നന്നായിട്ട് പറഞ്ഞോളൂ. അല്ല പറ. കണ്ണൊക്കെ നിറഞ്ഞു അത് പറഞ്ഞപ്പോ. നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാം. പിന്നെ പിന്നെ സോപ്പിടാൻ അറിയാം. സോപ്പിട, അത് നല്ലൊരു കാര്യമാണ് അല്ലേ? ഇപ്പൊ സാധാരണ സ്ത്രീകളെ സോപ്പിടുന്നത് അവർക്ക് ഇഷ്ടമാണ്. അതിന്റെ പുതിയ അറിവാണല്ലോ. വീട്ടിലോട്ട് ഞാൻ ചെല്ലട്ടെ. ഓക്കെ, പറ. പിന്നെ എന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. എന്നെ മനസ്സിലാക്കാൻ എന്റെ മനസ്സിന്റെ മനസ്സിലാക്കാൻ എന്നെ പഠിക്കാൻ വിടുന്നുണ്ട്. അത് വലിയ കാര്യം. ഞാന് ബാലുശ്ശേരി എയിമില് PSC കോച്ചിങ് ചെയ്തിട്ടുണ്ട്. PSC കോച്ച്. എല്ലാവരും PSC കാരാണല്ലേ? ഓക്കെ, അത് വലിയ കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഹസ്ബൻഡിന്റെ നല്ല കാര്യങ്ങൾ. ഒന്ന്, എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, എന്നെ പഠിക്കാൻ വിടുന്നുണ്ട്, ഇത്രയൊക്കെ. പിന്നെ സോപ്പിടാനുള്ള കഴിവുണ്ട് അല്ലേ കലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പല്ലേ? പറഞ്ഞൊക്കെ സത്യം തന്നെയല്ലേ? സത്യമാണ്. അപ്പൊ നമുക്ക് അടുത്ത ആളെ ഒന്ന് മുട്ടാം. ഇതാരാണ്? ജംഷിദ്. ജംഷിദ് എന്ത് ചെയ്യുന്നു? ജംഷിദ് കുവൈത്തിലാണ് ഷെഫായിട്ട് വർക്ക് ചെയ്തത്. ഷെഫായിട്ട്. എന്റെ പൊന്നെ, എനിക്ക് എവിടെ ചെന്നാലും ഷെഫുമാരെ കിട്ടാറുണ്ട്. ഒരു യോഗം അങ്ങോട്ട് വേണ്ട, അത്ര അങ്ങോട്ട് വേണ്ട. സത്യമായിട്ടും ഷെഫുമാരെ കിട്ടാറുണ്ട്. ഇന്നത്തെ ഷൂട്ടിന് ഞങ്ങൾക്ക് ഒരു ഷെഫിനെ കിട്ടിയായിരുന്നു. എത്ര നാളായി വന്നിട്ട്? ഇപ്പൊ വന്നിട്ട് 5-6 മാസമായി. നാട്ടിൽ തന്നെയാണ്. എത്ര നാളായി ഫീൽഡിൽ? കാറ്ററിംഗ് ഉണ്ട്, നാട്ടിൽ കാറ്ററിംഗ് സർവീസ്. അവിടെ എത്ര നാളായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? കുവൈത്തില് 3 കൊല്ലം വർക്ക് ചെയ്താണ്. പണ്ടേ ഇവിടെ ഭക്ഷണ പരിപാടി തന്നെയാണ് ബാപ്പാന്റെ കൂടെ. എന്തായാലും സി കേരളം സൂപ്പർ ബമ്പറാണ് നടക്കുന്നത്. 5 കഴിവുള്ള കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ കൂടെയുള്ളത്, ഗെയിം കളിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇവരിൽ ആര് എൻട്രി ആവുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് കറക്റ്റായി ആൻസർ ചെയ്യുകയാണെങ്കിൽ അവരായിരിക്കും എൻട്രി ആവുന്നത് സി കേരളം സൂപ്പർ ബമ്പർ. ചോദ്യം ഇതാണ്: ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിട്ടുള്ള മലയാള നടനാരാണ്? ആരാദ്യം പൊക്കിയ? ആരാണ്? ഭരത് ഗോപി. ഗോപി പറയാൻ വന്നത് പറയൂ. ഭരത് ഗോപി. ഭരത് ഗോപി ആരായിരുന്നു? മമ്മൂട്ടി അല്ലേ? മമ്മൂട്ടി അല്ലേ? മമ്മൂട്ടിയാണോ? ആരാണ്? മോഹൻലാൽ. മോഹൻലാൽ. ഓക്കെ, ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് അവാർഡ് നേടിയ മലയാള നടൻ ആരാണ്? ഭരത് ഗോപി. തീർച്ചയായിട്ടും ശരിയാണ്. സ്വാഗതം ചെയ്യാം അമൃതയെ സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. അപ്പോ സി കേരളം സൂപ്പർ ബമ്പറിൽ മത്സരിക്കാൻ എത്തിയിട്ടുള്ള ആരാന്നറിയാമോ? പേരറിയാമോ? എന്താണ് പേര്? അമൃത. നല്ല സപ്പോർട്ടാണല്ലോ അമൃതയ്ക്ക്. എന്തൊക്കെയുണ്ട് വേറെ വിശേഷം? പറഞ്ഞ അമൃത. നല്ല വിശേഷമാണ്. വിശേഷമാണ്. PSC കാരി ആണ്. പോലീസുകാരനെ അല്ലേ? പോലീസുകാരനെ കിട്ടണമെന്നാണ് ആഗ്രഹം. ഞാൻ പാട്ട് പാടുകയല്ലോ നേരത്തെ പോയാലേ അല്ലേ? അതല്ല ചോദിച്ചേ, പോലീസുകാരനുള്ള ഈ പ്രേമം തോന്നാൻ എന്താ കാരണം? എന്താ കാരണം? എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. പണ്ടേ ഇഷ്ടമാണ്. പിന്നെ NCC-ലൊക്കെ കൂടിയിട്ട്. പോലീസുകാരുണ്ടോ? ഇല്ല, വീട്ടിലില്ല. ഏത് ലെവലിലുള്ള പോലീസുകാരെ വേണം? കോൺസ്റ്റബിൾ ആണോ? കോൺസ്റ്റബിൾ ഏതായാലും മതി. കോൺസ്റ്റബിൾ ആയാലും മതി. മതി. കേരളത്തിലുള്ള പോലീസുകാരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ കുട്ടിയുടെ കല്യാണം ടെലികാസ്റ്റിംഗിന് മുമ്പേ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അനുയോജ്യരായ നല്ല പോലീസുകാരെ, സ്നേഹിക്കാൻ അറിയാവുന്ന പോലീസുകാരെ അല്ലേ തേടുന്നു. അതെ അതെ, അതാ ധൈര്യം കിട്ടോ. അതാണ്. ഓക്കെ, എന്തുമാവട്ടെ, നമുക്ക് കളി തുടങ്ങാം. പോലീസിനെ ഇഷ്ടപ്പെടുന്ന, പോലീസുകാരെ ഇഷ്ടപ്പെടുന്ന അമൃതയാണ് നമ്മുടെ കൂടെ കളിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഗെയിമിൽ 1000 രൂപയാണ് കിട്ടാൻ പോകുന്നത്. അതിന് മുൻപേ നമുക്ക് മണി ട്രീ എങ്ങനെയാണെന്ന് നോക്കാം. സി കേരളം സൂപ്പർ ബമ്പറിലെ മണി ട്രീ പ്രേക്ഷകർക്കായിട്ട്, ഇവിടെയുള്ള ജനങ്ങൾക്കായിട്ട് ഞാനൊന്ന് വായിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്.
രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏതായാലും കളി തുടങ്ങാം. 120 സെക്കൻഡാണ് നമ്മുടെ കളിയുടെ സമയം എന്ന് പറയുന്നത്. 120 സെക്കൻഡിൽ തുടങ്ങി ഓരോ കളിയും 20 സെക്കൻഡ് വീതം കുറഞ്ഞു വരിക. അപ്പോൾ അവസാനം വരുമ്പോൾ 20 സെക്കൻഡിൽ കളി തീരും. സൂപ്പർ ബമ്പർ കളിക്കണം. എന്തായാലും നമുക്ക് ഗെയിം ഏതാണെന്ന് നോക്കാം. നമുക്ക് നോക്കാം ഗെയിം ഏതാണെന്ന്. വരൂ അമൃത, എടുത്തു. എന്റെ പോലീസ് പുണ്യാളാ, ഈ കുട്ടിക്ക് നല്ലത് വരുത്തണേ. നോക്കാം. ഗെയിമിന്റെ പേരാണ് ഹാഫ് സർക്കിൾ. അതിനകത്തും പോലീസുകാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒളിച്ചിരിപ്പുണ്ട്. എന്താണ്? സർക്കിൾ. അപ്പൊ സർക്കിളിനെ തന്നെ കിട്ടും അല്ലേ? ഉറപ്പായിട്ടും കിട്ടും. എന്റെ ദൈവമേ, സർക്കിൾ പുണ്യാളാ. ഓക്കെ, ഗെയിം തുടങ്ങാൻ സമയമായി. 120 സെക്കൻഡാണ് അമൃതയ്ക്കുള്ള സമയം. നമുക്ക് ഗെയിമിലേക്ക് പോവാം. റെഡിയല്ലേ കളിക്കാൻ? റെഡിയാണ്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പോലീസുകാരനെ കിട്ടാനാണോ? അല്ല, ഗെയിമിൽ വിജയിക്കാൻ. എന്തായാലും നമുക്ക് കളി തുടങ്ങാം അല്ലേ? ആദ്യത്തെ ഗെയിമാണ്. അപ്പോൾ 120 സെക്കൻഡാണ് സമയം. ഇവിടെ ബോളുകൾ ഇങ്ങനെ കുറേ കൂട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? കുറേ ബോളുകൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ വെക്കുക ബോള്. എന്നിട്ട് 120 സെക്കൻഡിനുള്ളിൽ ഇത് ഊതിക്കൊണ്ടുപോയി ഇതിലൊരെണ്ണം ഇടുക. അടുത്ത ബോൾ എടുത്തിട്ട് അതേപോലെ തന്നെ ഊതിക്കൊണ്ടുപോയി ഇവിടെ ഇടുക. ഓരോന്ന് ഇടാവുള്ളൂ, 2 എണ്ണം ഇടരുത്. ഓരോ ഇതിനകത്തും ബാസ്ക്കറ്റിനകത്തും ഹാഫ് സർക്കിളിലും ഓരോ ബലൂൺ ഇട്ടാൽ ഓരോ ബോൾ ഇട്ടാൽ മതി. മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം. ഓക്കെ, 1000 രൂപയുടെ ഗെയിമാണ് ഇവിടെ നടക്കുന്നത്. റെഡിയാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലോകത്തിലിരിക്കുന്ന പോലീസുകാരെല്ലാം പ്രാർത്ഥിച്ചോളൂ. അമൃത ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. റെഡി? യെസ് യെസ് യെസ്. ഊത മൃതേ. യെസ് യെസ്. അടുത്തതിനകത്ത് ശ്രദ്ധിച്ച് മോളിലേക്ക് ഊത. ഓ, അത് ടേബിള് ഞെക്കരുത്, ടേബിള് മാറ്റരുത്, പിടിക്കരുത്. ഓ, അടുത്ത ബോൾ. യെസ് യെസ്. ഊത മോളിലോട്ട് ഊത. അടിപൊളി. നല്ല ദിവസം തോന്നല്ലോ. ഞാൻ ഓർത്ത് ഇതിൽ പൊട്ടിപ്പൊളിഞ്ഞ് പോവായിരിക്കും കരുതി. ഉള്ള പോലീസുകാരെല്ലാം പോവായിരിക്കും കരുതി. എന്തായാലും സന്തോഷം. 1000 രൂപയുടെ ഗെയിമിൽ, ആദ്യത്തെ ഗെയിമിൽ അമൃത വിൻ ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണ്. നല്ലൊരു കയ്യടി, ഒരു സൂപ്പർ കയ്യടി. ഏതായാലും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Chocolate Chip Cookies. Welcome back to Super Bumper. ഇവിടുന്ന് ഉണ്ടായിരുന്നു സൂപ്പർ ബമ്പർ. അടിപൊളി. ഏതായാലും 1000 രൂപ നമ്മൾ തമ്മിൽ കടമുണ്ടല്ലേ? അതെ. ഓക്കെ, ഏതായാലും ആദ്യത്തെ ഗെയിം കഴിഞ്ഞു. 1000 രൂപയാണ് കിട്ടിയിരിക്കുന്നത് അമൃതയ്ക്ക്. തീർച്ചയായിട്ടും ആദ്യത്തെ ഗെയിമിലെ 1000 രൂപ അമൃതയ്ക്ക് കൈമാറുകയാണ്. സൂപ്പർ ബമ്പർ ഗെയിമിലെ ആദ്യ ലെവലിലെ വിജയിയാണ് അമൃത. നല്ലൊരു കയ്യടിയോടുകൂടി 1000 രൂപ. ഹാപ്പിയാണ്. അടുത്ത ലെവലിലേക്ക് പോവാണ്. ഞാൻ അടുത്ത ലെവലിലേക്ക് പോവുകയാണെന്നാണ് അമൃത പറഞ്ഞിരിക്കുന്നത്. ഏതാണ് അമൃതയെ കാത്തിരിക്കുന്ന ആ പണിപ്പെട്ടിയിലെ പണി ഏതാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ അമൃത. നോക്കാം. അതാണ്. നോക്കൂ.
അമൃതയ്ക്കുള്ള ഗെയിം ഏതാണ്? അറിയണ്ടേ? അറിയണോ? അമൃതയ്ക്കുള്ള അടുത്ത ഗെയിമാണ് സ്കെയിൽ കരണ്ടി. അപ്പോ സ്കെയിൽ കരണ്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ കയറി ഇങ്ങനെ നിൽക്കണം അമൃത എന്നിട്ട് ഇവിടെ ഒരു കരണ്ടി, സ്കെയിൽ കൊണ്ട് ഒരു കരണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ട്, അതായത് ഒരു തവി. ഇങ്ങനെ ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. എന്താ പറയുന്നത്? തവി എന്നാണോ കരണ്ടി എന്നാണ് പറയുന്നത്? അപ്പോൾ ഒരു സ്കെയിൽ കരണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബോൾ എറിയണം. ഞാൻ കൗണ്ട് ചെയ്യുമ്പോഴത്തേനും ബോൾ എറിയണം. എന്നിട്ട് ഈ കരണ്ടിയിൽ പൊങ്ങി വരുമ്പോൾ പിടിക്കണം. 5 ബോൾ പിടിച്ചാൽ മതി. 100 സെക്കൻഡാണ് സമയം. 100 സെക്കൻഡിനുള്ളിൽ 5 ബോൾ പിടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ബോൾ എടുത്ത് ഈ ബക്കറ്റിലേക്ക് ഇടുക. ഓക്കെ, അപ്പം 100 സെക്കൻഡിനുള്ളിൽ 5 ബോൾ പിടിച്ചു കഴിഞ്ഞാൽ 2000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ആയി. അതായത് 3000 രൂപയിലേക്കുള്ള ഗെയിമിലേക്ക് പോകാനുള്ള എൻട്രിയാണ് ഈ ഗെയിം. മനസ്സിലാവുന്നുണ്ടോ അമൃതയ്ക്ക്? മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഐശ്വര്യമായിട്ട് പോലീസുകാരെയൊക്കെ വിചാരിച്ചിങ്ങ് പിടിച്ചങ്ങോട്ട് ആ കയ്യിലോട്ട് വെച്ചു. ലാത്തിയാന്ന് വിചാരിച്ചോളൂ. ഓക്കെ ആണോ? സന്തോഷമായ ഗോപിയേട്ടാ? നിൽക്കുക. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 5 ബോളാണ് സ്കെയിൽ കരണ്ടിയിൽ പിടിച്ച് ഈ ബക്കറ്റിനുള്ളിൽ ഇടേണ്ടത്. അമൃതയാണ് മത്സരിക്കുന്നത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. സ്പീഡില് പൊക്കിയെറിയ, ടെൻഷൻ അടിക്കാതെ പൊക്കിയെറിയ. പറ്റും. യെസ്, തട്ടിക്കളയാതെ ശ്രദ്ധിച്ച് ചെയ്യ. യെസ്, അത് പൊക്കിയെറിയ. ഓ, എന്താവും അവസ്ഥ? എന്താവും അറിയില്ല. എന്ത് പറ്റും? ജയിക്കുമോ? ജയിക്കും. ഓ, ഒരെണ്ണിട്ടു. ജയിക്കുമോ? 40 സെക്കൻഡായി. ജയിക്കും. മോളെ സ്പീഡില്. ഓ മോളെ പ്ലീസ്. ഓ ശ്രദ്ധിച്ച്. ഓ മോളെ സ്പീഡിൽ. ശ്രദ്ധിച്ച് മോളെ. ഓ തട്ടിയിടല്ലേ, തട്ടിക്കളയാതെ. ഓ യെസ്. ഓക്കെ, ഒറ്റ ഇട്ടാ മതി. ശ്രദ്ധിച്ച്, സമയമുണ്ട്. 30 സെക്കൻഡ് ബാക്കിയുണ്ട്. ശ്രദ്ധിച്ച്. ഓ മോളെ പ്ലീസ്. ബോൾ തീരാൻ പോകുന്നു. ഓ ശ്രദ്ധിച്ച്. ഓ ടേൺ. 2000 രൂപയുടെ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നു അമൃത. സൂപ്പർ, അടിപൊളി. എന്ത് തോന്നുന്നു? സന്തോഷം. എല്ലാവർക്കും സന്തോഷം. സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. 2000 രൂപയുടെ ഗെയിമിലാണ് അമൃത വിജയിച്ചിരിക്കുന്നത്. അമൃത, ഏതോ പോലീസുകാരൻ ഇരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ കൊച്ചിന് അല്ലേ? ആരായിരിക്കും ആ ഹതഭാഗ്യൻ? വിട്ടുപോയി. ഭാഗ്യവാൻ മാറ്റി പിടിച്ചു. ഓക്കെ, സന്തോഷമായില്ലേ മോളെ? സന്തോഷമായി. അപ്പോ ലാത്തിയോടെ കൊണ്ട് വെച്ചോളൂ. ഓക്കെ, ഏതായാലും 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാനാണ് തയ്യാറല്ലേ? തയ്യാറാണ്. 3000 രൂപയുടെ ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത്. 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ചെറിയ പെർഫോമൻസ്.
യെസ് അടിപൊളി സൂപ്പർ അല്ലേ സൂപ്പറാ ഓക്കെ ഇട്ടോളൂ ഓക്കെ നന്നായിരുന്നു എന്താ പേര് പുണ്യാലക്ഷ്മി പാട്ട് ഡാൻസ് ഒക്കെ ഉള്ളായിരുന്നു പക്ഷെ സംസാരിച്ചു കഴിഞ്ഞത് പുണ്യാലക്ഷ്മി ഉറക്കെ പറഞ്ഞേ പുണ്യാലക്ഷ്മി ഏത് ക്ലാസ്സിലാ ഫോർത്ത് നന്നായിട്ട് കളിച്ചു കേട്ടോ നല്ലൊരു സമ്മാനം പുണ്യാലക്ഷ്മിക്ക് സി കേരളം സൂപ്പർ ബമ്പറിന്റെ നല്ലൊരു സമ്മാനം കൈയടിക്ക് എന്തോ സൂപ്പറായിട്ട് കളിച്ചു ആ കൊച്ചല്ലേ നന്നായിട്ട് ആ കുട്ടി നന്നായിട്ട് കളിച്ചു അമൃതയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ഗെയിമിലേക്ക് പോവല്ലേ അതെ പോവാം എങ്കിലും ഒരു പാട്ട് പാടിക്കും പാട്ട് പാടാൻ എനിക്കറിയില്ല അമൃത ഈ ലെവല് വരെ എത്തി ഞങ്ങൾ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് അമൃതയിൽ നിന്ന് രണ്ടുപേരും ഈ പാട്ട് ചുമ്മാ പോലീസുകാർ കേൾക്കട്ടെ എല്ലാം തികഞ്ഞ ഒരു പെൺകുട്ടിയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് അവള് പാടും കണ്ടു കണ്ടു കണ്ടില്ല ആ. കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമനക്കിന്നാരും ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ ആയിരം പൂക്കാലം ആ. ഈ പുഞ്ചിരിതൻ പാൽക്കടവിൽ ഞാനാലിലെ പൂന്തോണി ആ. ഒന്ന് വന്നു കൂട്ടിരുന്നു ഒന്ന് മിണ്ടി മിണ്ടി മിണ്ടിയില്ല നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം 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 അമൃതയ്ക്കുള്ള പണി ഏതാണെന്ന് നമുക്ക് കാണാം അമൃതയ്ക്കുള്ള പണി ഈ പണിപ്പെട്ടിയിലുണ്ട് നമുക്ക് നോക്കാം അമൃത അമൃതയ്ക്കുള്ള 3000 രൂപയുടെ ഗെയിം അറിയണ്ടേ എന്താണെന്ന് ചൂണ്ട അപ്പോ നമ്മുടെ ഗെയിം ചൂണ്ട എന്ന് പറയുന്ന ഗെയിമാണ് ഗെയിം ഇത്രയേ ഉള്ളൂ ഇവിടെ കയറി നിൽക്കുക ഇവിടെ ഒരു ചൂണ്ട ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചൂണ്ട കൊണ്ട് ഇവിടെ കുറെ കർച്ചീഫുകൾ ഇട്ടിട്ടുണ്ട് 10 കർച്ചീഫുകൾ എടുത്ത് ഇവിടെ ഇടുക മനസ്സിലായോ മനസ്സിലായി ഇപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗെയിം സ്റ്റാർട്ട് അതെ 80 സെക്കൻഡിനുള്ളിൽ 10 കർച്ചീഫുകൾ എളുപ്പമാണ് ആ 10 സെക്കൻഡ് കഴിഞ്ഞു അഞ്ഞു പിടിച്ചോ അഞ്ഞു പിടിച്ചോ കൈ വരയ്ക്കുന്നുണ്ട് ആ പിടിച്ചോ 50 സെക്കൻഡ് അയ്യോ എന്നാ ചെയ്യും 50 സെക്കൻഡ് ജയിക്കും ഉറപ്പാണോ പറ്റുണ്ടോ ജയിക്കോ 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 ഓ ജയിക്കുന്ന പറയുന്നത് 70 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ് 5 4 2 1 0 എത്രണ്ണം എടുത്തു 4 5 എനിക്ക് ഈ ഗെയിമിൽ തോന്നിയത് ആദ്യം വളരെ കോൺസെൻട്രേറ്റ് ചെയ്താണ് എടുത്തത് പിന്നെ ഈ നടുക്ക് പിടിക്കാൻ പോയി അതാണ് പ്രശ്നം സൈഡിൽ ഒരുപാട് ഇങ്ങനെ സൈഡ് നമുക്ക് ചൂണ്ടയിട്ട് പിടിക്കാമായിരുന്നു ഒരു അശ്രദ്ധ വന്നു അതുകൊണ്ടാണ് നമുക്ക് ഓരോ ഗെയിം കഴിയും തോറും എന്നാൽ സിമ്പിളായിട്ടുള്ള ഗെയിമുകൾ തന്നെയാണ് നമ്മൾ തരുന്നത് ഒരുപാട് ടഫായിട്ടുള്ള ഗെയിമൊന്നുമല്ല സിമ്പിളായിട്ടുള്ള ഗെയിമുകൾ തന്നെയാണ് തരുന്നത് അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല അല്ലേ സാരമില്ല എന്തായാലും നമ്മൾ കല്യാണാലോചന നമ്മൾ നടത്തി അല്ലേ അതൊരു കാര്യമായി പിന്നെ നമ്മുടെ PSCയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ട് കളിച്ചു പാട്ടുപാടി പാട്ടിൽ ആരൊക്കെയോ വീണിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതോ പോലീസുകാരൻ
വെടിവെച്ച് മരിച്ചിട്ടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ നമുക്ക് ഏറ്റവും വേദനയോടുകൂടി അമൃതയെ പുറത്തേക്ക് വിടേണ്ട സമയമായി. അമൃതേ, ഓക്കെ, ഒരുപാട് സന്തോഷം. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ, നല്ല ലൈഫ് കിട്ടട്ടെ, നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടട്ടെ, അതിലുപരിയായിട്ട് നല്ലൊരു പോലീസുകാരിയാവട്ടെ. ഒരുപാട് സന്തോഷം. ഏതായാലും അമൃത നമ്മുടെ കളിയിൽ നിന്ന് പോയി പിൻവാങ്ങി. നല്ല ഒരു പവർഫുള്ളായിട്ട് ആ ഗെയിം ചെയ്തു. പക്ഷേ എന്തോ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പുറത്ത് പോകേണ്ടി വന്നു. സാരമില്ല. എന്തായാലും നിങ്ങളുടെ ഈ സ്നേഹവും ഈ എന്താ പറയുക പോസിറ്റീവ് എനർജിയൊക്കെ നിങ്ങളുടെ നാടിനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും അടുത്ത കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് നമുക്ക് അറിയണം അല്ലേ? അറിയണ്ടേ? തീർച്ചയായിട്ടും അറിയണം. അതറിയുന്നതുവരെ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Chocolate Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. ഏതായാലും അടുത്ത കണ്ടസ്റ്റന്റ് ആരാണെന്ന് നോക്കാം. 4 പേര് ഇവിടെ നമുക്ക് ബാക്കിയുണ്ട്. ആ 4 പേരിൽ ആരാണെന്ന് നമുക്ക് അറിയണം. 4 പേര് ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ അല്ലേ? എവിടെ നിന്നിട്ട് വെൽക്കം. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. യെസ്, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച്. അപ്പൊ എന്തായാലും നമ്മുടെ 4 കണ്ടസ്റ്റന്റ് വീണ്ടും എത്തിയിട്ടുണ്ട്. അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് കളിക്കുവാനുള്ളവർ ഇവരിൽ ആരാണ് എന്ന് നമുക്കറിയണം. എന്റെ ചോദ്യം ഇതാണ്: കലാഭവൻ മണി അവസാനമായി അഭിനയിച്ച ചിത്രം ഏതാണ്? എന്താണ് ആൻസർ ആൻസർ? പറയൂ. യാത്ര ചോദിക്കാതെ. തീർച്ചയായിട്ടും ശരിയാണ്. പ്രിയ നടൻ കലാഭവൻ മണി അഭിനയിച്ച അവസാന ചിത്രം യാത്ര ചോദിക്കാതെ. എന്താണ് പേരെന്ന് പറഞ്ഞത്? കാവ്യ. കാവ്യ. കാവ്യ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. സി കേരളം സൂപ്പർ ബമ്പറിലെ അടുത്ത കളിക്ക് തയ്യാറാണ് നമ്മുടെ പ്രിയങ്കരിയായ കണ്ടസ്റ്റന്റ് കാവ്യ. കാവ്യേ, എന്തോ എന്തോ ഒന്നും വിളിച്ചേ. കാവ്യേ, എന്തോ എന്തോ എന്റെ പൊന്നെ. അപ്പൊ പിന്നെ വേറെ എന്താണ് വിശേഷം? നല്ല വിശേഷം. കോളേജിന്റെ പേരെന്താ? മലബാർ ക്രിസ്ത്യൻ കോളേജ്. ഓക്കെ, മലബാർ ക്രിസ്ത്യൻ കോളേജിലെ പിള്ളേർ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇത് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? അതാ നാട്ടുകാരുടെ വകയായിട്ടൊരു കയ്യടി. കാവ്യേ, റെഡിയല്ലേ? റെഡിയാണ്. അപ്പൊ ആദ്യത്തെ ഗെയിമിലേക്ക് നമുക്ക് പോകാം. കാവ്യയെ കാത്തിരിക്കുന്നത് ഏത് ഗെയിമാണ്? ആദ്യത്തെ ഗെയിമിൽ കാവ്യ വിജയിക്കുമോ എന്നറിയണം. ഉറപ്പായിട്ടും വിജയിക്കല്ലേ? വിജയിക്കും. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് പോകാം. വരൂ. പ്രാർത്ഥിച്ചിട്ടൊക്കെയാ. ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചേ? നീറാത്തപ്പൻ. എന്നാ ആരാണ്? നീറാത്തപ്പൻ. നീറോത്തപ്പൻ. അതാരാ മക്കളെ? എന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലം. അതാ എന്താ ക്ഷേത്രം? നീറോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഓക്കെ, അതാണ് നീറോത്തപ്പൻ അല്ലേ? ഓക്കെ, ഇവിടെ അടുത്ത് തന്നെയാണോ അത്? ഒരു 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ. ഓക്കെ മക്കളെ, കാണിച്ചു. ഏതായാലും കാവ്യക്കുള്ള ഗെയിം ഇതാണ്. അടുത്ത ഗെയിമിന്റെ പേരാണ് കുപ്പിയിലെ ഭൂതം. അപ്പോൾ നമുക്ക് കുപ്പിയിലെ ഭൂതം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കുറേ ഭൂതങ്ങൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നമുക്ക് ഈ ഭൂതത്തിനെയൊക്കെ അടച്ചു വെക്കണം അല്ലേ? അത് കുപ്പിയിലാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ 2 ഉണ്ടോ സ്റ്റിക്കിരിപ്പുണ്ട്. ഇവിടെ അടപ്പുണ്ട്. ഈ കുപ്പിയുടെ അടപ്പ്, ഭൂതങ്ങളിരിക്കുന്ന കുപ്പിയിലെ അടപ്പുണ്ട്. അത് 2 കൈ കൊണ്ട് കാണിച്ചു തരാം. ഇങ്ങനെ 2 കൈ കൊണ്ട് പിടിച്ച് ഈ അടപ്പെടുത്ത് ഇതുകൊണ്ട് എടുത്തുകൊണ്ട് അടച്ചു വെക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായി. 120 സെക്കൻഡ് ഉണ്ട് സമയം. അപ്പോൾ റെഡിയല്ലേ? റെഡിയാണ്. ആദ്യത്തെ ഗെയിം കാവ്യാണ് കളിക്കുന്നത്. റെഡി, ഗെയിം സ്റ്റാർട്ട്. 120 സെക്കൻഡിനുള്ളിൽ 3 പാത്രങ്ങളാണ് അടയ്ക്കേണ്ടത്. ശ്രദ്ധിച്ച്. വെരി ഗുഡ്. ഓക്കെ, അടയ്ക്കണം അടയ്ക്കണം അടയണം അടയണം മോളെ. വെരി ഗുഡ്, വെരി ഗുഡ്. 25 സെക്കൻഡ് കഴിഞ്ഞു. ഓവർ സമയമുണ്ട്. യെസ്, വെരി ഗുഡ്. ആദ്യത്തെ ഗെയിം ഉറപ്പുള്ള 1000 രൂപയ്ക്കുള്ള കളിയായിരുന്നു കളിച്ചത്. വിൻ ചെയ്തിരിക്കുകയാണ്
1000 രൂപയ്ക്കുള്ള കളിയിൽ എത്രയാണ് സമ്മാനം? 1000. കാവ്യക്ക് 1000 രൂപ സമ്മാനം. താങ്ക് യു. കാവ്യ എന്തോ 1000 രൂപ അല്ലേ? 1000 രൂപ അടിച്ചിരിക്കുകയാണ്. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും സന്തോഷമായി കാണാം അല്ലേ? 1000 രൂപയ്ക്ക് എന്ത് ചെയ്യും? 1000 രൂപയ്ക്ക് പ്രത്യേകിച്ചൊന്നും അച്ഛനും അമ്മയ്ക്ക് ചെയ്യാനില്ല. കൊടുക്കുമെന്ന് പറയരുത്. ഇല്ല, കൊടുക്കൂല. വേറെ എന്ത് ചെയ്യും? വേറെ എന്റെ കയ്യിൽ വെക്കും. എന്റെ കയ്യിൽ വെക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് പറ. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കും. അല്ല, പ്രേമമുണ്ടോ? ഇല്ല. ഇല്ല. പ്രണയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രണയം പ്രണയിക്കുന്നവർ പ്രണയിക്കട്ടെ അല്ലേ? അതെ, അതെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. നമുക്ക് നമ്മുടെ ഇഷ്ടം. നമുക്ക് നമ്മുടെ ഇഷ്ടം. പ്രണയം കുഴപ്പമില്ല. പ്രണയ സിനിമകൾ കാണാറൊക്കെ ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. രസമാണ്. ഓക്കെ, പ്രണയിക്കുന്നത് കാണാനും രസമാണ് അല്ലേ? കാണാൻ രസമാണ്. പ്രണയത്തെ കുറിച്ചൊരു കവി പാടിയിട്ടുണ്ട്. എന്താണെന്നറിയാവോ? പറയട്ടെ. ഓക്കേ. ഞാനിപ്പോ യാദൃശ്ചികമായിട്ട് വായിച്ചൊരു ബുക്കാണിത്. ഞാൻ നിനക്കായി നൽകാം സഖി വിടരുമീ പനിനീർ സുമങ്ങൾ. എന്തിനായി നീ കരയുന്നു വെറുതെ? നീ കരയുമ്പോൾ നിൻ കൺതടങ്ങളിൽ 1000 കടലുകൾ തിരയടിച്ചിരുന്നു. നീ ചിരിച്ചിടുമ്പോൾ അറിയുന്നു ഞാൻ രാത്രി തൻ നിറനിലാ ശോഭയും തെന്നലിൻ കുളിരും. ഞാൻ നിനക്കായി നീട്ടുമീ പനിനീർ സുമമിയിൽ പ്രണയത്തിന്റെ തേനുണ്ട്, സ്വപ്നത്തിന്റെ നിറവുണ്ട്. പാടിയത് മഹാകവിയൊന്നും അല്ലെങ്കിലും നമ്മുടെ നാടിന്റെ ഒരു മഹാകവി. ഞാൻ അഭിമാനത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റാരുമല്ല, പാടുന്ന നെഞ്ചകം എഴുതിയ ശരത് CP. വെൽക്കം. ഒരു നാടിന്റെ കയ്യടി ശരത്തിനുണ്ട്. സ്വാഗതം ചെയ്യാം പ്രിയ സുഹൃത്ത് ശരത്തിനെ. അപ്പോൾ ഇതാണ് ശരത്ത് എന്ന് പറയുന്ന കവി. ഞാൻ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത് ശരത്ത് എഴുതിയ വരികളാണ്. ശരത്തെ, എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അടിപൊളി. ഹാപ്പി ഹാപ്പി. ഒരുപാട് എഴുതും അല്ലേ? പാടുന്ന നെഞ്ചകം എഴുതി ശരത്ത്. ശരത് CP. ഒരുപാട് കവിതകളുണ്ട് ഇതിനകത്ത്. ശരത്ത്, എത്ര നാളായി ശരത്ത് ഈ ഒരു അവസ്ഥ വന്നിട്ട്? ജന്മന ഉണ്ട്. സ്കൂളിൽ പോയിട്ടുണ്ടോ? സ്കൂളിൽ പോയിട്ടുണ്ട്. എത്ര ക്ലാസ് വരെ പോയി? 7 വരെ ഇവിടെ പഠിച്ച് സ്കൂളിൽ. പിന്നെ തുല്യത കൂടെ 10ാം ക്ലാസ് എഴുതി. ജയിച്ചോ? ഓക്കെ. ബുക്കുകൾ എത്ര എഴുതി? ബുക്ക് 2 2 ബുക്ക് പബ്ലിഷ് ചെയ്തു കേട്ടോ. പാടുന്ന നെഞ്ചവും പിന്നെ വേറെ ചെറുകറ്റ സഞ്ചാരം. ചെറുകറ്റ സഞ്ചാരം. ഒരു കവിത പറയാം, ചൊല്ലാമോ? അതിൽ നിന്ന് നോക്കി ചൊല്ലാം. ഗ്രാമീണ കന്യക. ആ താപസനാം പിതാവ് തന്നെ മടിത്തട്ടിൽ പിറവി കൊണ്ട ഗ്രാമീണ കന്യകെ, കേരളീയർ തന്നാവിലെ നാദമധുരമാം പഞ്ചാമൃതം നീ ഏതോ ഞാൻ വായിച്ചു. ശരത്തിന് വായിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. ശരത്തിനെ എല്ലാരും കുട്ടാന്നാ വിളിക്കുന്നത് അല്ലേ? ഞാൻ ഇവിടെ വന്ന് ഇരിക്കും കണ്ടോ, അതാണ്ട് കുറെ കുട്ടികൾ വന്നിട്ട് കുട്ടേട്ടാ എന്ന് വിളിക്കും. എല്ലാവരുടെയും കുട്ടേട്ടനാണല്ലേ കുട്ടികളുടെയൊക്കെ? ഓക്കെ, നല്ല കാര്യമാണ്. അപ്പം ശരത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഇരകൾ. ഇന്നലെ ഞാൻ ഒരു ഒറ്റത്തടി, എന്നിൽ വീഴും ഇരകൾ എനിക്ക് സ്വന്തം. ഇന്നോ ഇരകൾ എന്നിൽ വീഴാതെ പങ്കിട്ടെടുപ്പു എന്റെ പിൻഗാമികൾ. അല്ലേ? എന്താണ് അതിന്റെ ഒരു കൺസെപ്റ്റ്? കത്ത്. ഇല്ലന്റ്. ഇല്ലന്റിന്റെ കഥകളാണല്ലേ? ഓക്കെ, അതാണ് ഇരകൾ. ഓക്കെ, നല്ലൊരു കൺസെപ്റ്റ് ആണ്. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിന്റെ ഒരു കഴിവ് എന്താ, ഇത്രയും വയ്യാതിരുന്നിട്ടും ഇദ്ദേഹം ചെയ്യുന്ന ഈ ഒരു കാര്യം. 2 ബുക്കുകളാണ് എഴുതിയത്. പോളിയോ വന്നാണോ? ജന്മന ഇങ്ങനെ തന്നെയാണ്. പോളിയോ വന്നൊന്നും അല്ല, ജന്മന ഇങ്ങനെ തന്നെയാണ്. എന്നിട്ടും ഈ ഒരു എന്തായാലും ഒരു പ്രശ്നം നമുക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം അതിന്റെ ഓപ്പോസിറ്റ് ഒരു നല്ല കാര്യങ്ങളും നമുക്ക് തരാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഭയങ്കരമായിട്ട് എഴുതുന്നുണ്ട്. നല്ല വരികളാണ്. അപ്പോൾ അറിയുക, ശരത് CP എന്ന ഞങ്ങളുടെ കുട്ടൻ, ഇവിടുത്തെ കുട്ടികളുടെ കുട്ടേട്ടൻ. ഒരുപാട് നന്ദി ഇവിടെ വന്നതില്, നമ്മൾ കാണാൻ പറ്റിയതില്. ബുക്കിന്റെ പേര് പാടുന്ന നെഞ്ചകം. എഴുതിയത് ശരത് CP എന്ന കുട്ടേട്ടൻ. എന്തോ അപ്പൊ 1000 രൂപ അല്ലേ? അതിന്റെ തന്ന ഞാൻ? ഇല്ല, തന്നില്ലല്ലേ? പൈസയുടെ കാര്യം എപ്പോഴും അങ്ങ് മറന്നു പോവാ. എന്നാ അറിയത്തില്ല, പണ്ട് തൊട്ടുള്ള ഒരു ശീലമാണ്. ഒരുപാട് സന്തോഷമായി അല്ലേ? അവിടെ ഒരു കുഞ്ഞാവയൊക്കെ ഉണ്ട്. എല്ലാവരും സമയം ഒരുപാട് സമയമായി, ഉറങ്ങാനുള്ള സമയമായി, വിശക്കുന്നുണ്ട്. ഒരുപാട് ആളുകളൊക്കെ നിപ്പുണ്ട്. കണ്ടോ?
കാക്കൊരു പുട്ടേ പോട പട്ടി എന്നാണ് പറഞ്ഞത്. അല്ല, ഓക്കെ. എന്താ മക്കളുടെ പേര്? എന്താ മക്കളുടെ പേര്? കൽഹാര. നല്ല പേരാ കേട്ടോ. ഹായ് കൽഹാര. കുറെ പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. കൽഹാര ബിന്ദു ആണോ അത്? പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിത്തരാവോ? മടുത്തു പോവും കേട്ടോ. ഒന്ന് പാടിക്കൂ. റെഡി, 1 2 3. പെരമരക്കൊമ്പിലൊരു പച്ചത്തത്ത പാറി വന്നു, പച്ചത്തത്തെ താഴവരും പയറു തന്നീടാ, പയറൊന്നും വേണ്ട കുഞ്ഞ് മരക്കൊമ്പിലിരുന്ന് കൊള്ളാം. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. അതാണ് എല്ലാവരും കലാകാരന്മാരാ. കാവ്യേ, 1000 രൂപ നമ്മൾ തമ്മിലൊരു കടമുണ്ട്, തീർക്കാം. കാവ്യക്ക് ആദ്യത്തെ ഗെയിമിലെ 1000 രൂപ സമ്മാനം. യെസ്. അടുത്ത ഗെയിമിലേക്ക് പോകാൻ തയ്യാറല്ലേ? ഉറപ്പായിട്ടും. സന്തോഷമാണ്. 2000 രൂപയുടെ അടുത്ത ഗെയിമിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പെട്ടി തുറന്നോളൂ. തുറന്നോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ തുറക്കണം. എടുത്തോളൂ. അതെ, അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. അടുത്ത ഗെയിമിന്റെ പേരാണ് കയ്യാലപ്പുറത്തെ പന്ത്. ഏതായാലും കയ്യാലപ്പുറത്തെ പന്തായിരുന്നു നമ്മുടെ ഗെയിം അല്ലേ? അതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. സന്തോഷമായിട്ട് കളിക്കില്ലേ? ജയിക്കില്ലേ? ജയിക്കുമെന്ന് സംശയം. ജയിക്കൂന്നേ, കോൺഫിഡന്റ് കളയല്ലേ? ജയിക്കും. പന്ത് പൊക്കാൻ കൂടി പന്ത് പൊക്കാൻ കൂടി എനിക്ക് ആരോഗ്യമില്ലെന്ന് അത് സത്യ പറഞ്ഞേ. ഒരു പാട്ട് പാടോ? പാടിയോ? കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പുത്തനാൾ മധു തേടിപ്പോയി, നീളെ താഴെ തളിരാർന്ന പൂവനങ്ങൾ, മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പുത്തനാൾ മധു തേടിപ്പോ. വെരി ഗുഡ്, നല്ലൊരു കയ്യടി. ചമ്മലുണ്ടല്ലേ ഉള്ളില്? എനിക്ക് പാടാൻ പറ്റുമോ? ശരിയാവോ? നന്നായിട്ട് പാടിയില്ലേ? പാടിയില്ലേ? നല്ലൊരു കയ്യടി. ഓക്കെ, ഏതായാലും കയ്യാലപ്പുറത്തെ പന്താണ് ഗെയിം. ഈ എൻ്റെ കയ്യിൽ ഒരു ഒലക്ക ഇരിപ്പുണ്ട്. ഈ ഒലക്കയുടെ മുകളിൽ അതായത് ഒരു പന്ത് എടുത്ത് വെക്കുക. ഈ പന്ത് പിടിക്കുക. ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിൻ്റെ താഴെ വേണം 2 കൈ കൊണ്ട് പിടിക്കാൻ. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു ബോൾ ഇരിപ്പുണ്ട്. കൊണ്ടുപോവുക, നേരെ കൊണ്ടുപോവുക, നേരെ ഇങ്ങനെ പിടിക്കുക. നിങ്ങൾക്ക് വേറെ എന്തും ചെയ്യാം. നേരെ കറക്റ്റായിട്ട് ഈ ബാസ്ക്കറ്റ് ഇടുക. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ കയ്യാലപ്പുറത്തെ പന്ത് തുടങ്ങാൻ പോവുകയാണ്. കയറി നിന്നോളൂ, പൊസിഷനിൽ വന്നോളൂ, ഇത് പിടിച്ചോളൂ. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 100 സെക്കൻഡാണ് നമുക്ക് സമയം. നമുക്ക് തുടങ്ങാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? ഗെയിം സ്റ്റാർട്ട്. റെഡി? കയ്യടി വേണം, നല്ല കയ്യടി, ആത്മാർത്ഥമായിട്ട് കയ്യടി. കയ്യടിക്ക്. ശ്രദ്ധിച്ച് ഈ മോളെ. ഓ, 10 സെക്കൻഡായി. പറ്റും. തിരിഞ്ഞു വെക്കാതെ ശ്രദ്ധിച്ച് മോളെ. തിരിഞ്ഞു വെക്കാതെ ചെയ്യേ. ഓ, ഫൈൻ. കയ്യടി. 30 സെക്കൻഡ്. ശ്രദ്ധിക്ക. യെസ്. ഓ, വെരി ഗുഡ്. നല്ല കയ്യടി. ശ്രദ്ധിച്ച് ചെയ്യ. വളരെ ലക്കുള്ള കുട്ടിയാണ്. ഓക്കെ, 60 സെക്കൻഡ് കഴിഞ്ഞു. കൈവെക്കുക. യെസ്. ശ്രദ്ധിച്ച് മോളെ.
8, 7, 6, 5, 4, 3, 2, 1, 0. ഭാഗ്യം അല്ലേ? എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. കളിക്കാൻ കഴിവുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ കളിയിൽ തോറ്റുപോയവർ പലരുമുണ്ട്. അവസരങ്ങൾ പലത് കിട്ടിയിട്ടും നിർഭാഗ്യവശാൽ അബദ്ധങ്ങൾ കൊണ്ട് കളിയിൽ തോറ്റുപോയ പലരുമുണ്ട്. കളിയെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. ജീവിതം കളിച്ച് തോൽക്കാനുള്ളതല്ല, കളിച്ച് 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 മുന്നേറാനുള്ളത് മാത്രമാണ്. കളിച്ച് മുന്നേറുക. കളിക്കാനായി, കളിപ്പിക്കാനായി നാളെ ഞങ്ങളുണ്ടാവും നിങ്ങളുടെ നാട്ടിൽ. സി കേരളം സൂപ്പർ ബമ്പറുമായി. അതുവരേക്കും വിട പറഞ്ഞു പിരിയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.